ഇന്നാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സഞ്ചയന ചടങ്ങ്. എല്ലാവരും അത് നോക്കി തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 ചടങ്ങുകൾ തുടങ്ങിയത്. രാവിലെ തന്നെ കുളിച്ച് അമ്മയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ചെയ്യാൻ മോഹൻലാൽ എത്തിയിരുന്നു. ഒപ്പം സുചിത്രയും എത്തിയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഇത്തവണയും കരയാതെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ സുചിത്ര അങ്ങനെയല്ല. അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഓരോ മന്ത്രങ്ങളിലും സുചിത്ര വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ചടങ്ങുകൾ ചെയ്യാൻ നേരം തൊട്ടരികിൽ തന്നെയാണ് സുചിത്ര നിന്നത്. മോഹൻലാലിന് തോർത്തും ആവശ്യമുള്ള സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് സുചിത്ര നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. മോഹൻലാലിന് പ്രിയപ്പെട്ടതായിരുന്നു അമ്മ. അതിനേക്കാൾ ഉപരി മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടതിനെ എല്ലാം സ്നേഹിക്കാൻ ശീലിച്ച സുചിത്രയുടെ പ്രിയപ്പെട്ടവളുമായിരുന്നു അമ്മ. എത്രയൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മമാരെന്ന് പറയുന്നത് ആൺമക്കളെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതയും വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും അതെടുത്ത് പറയുകയും ചെയ്യും. മോഹൻലാൽ ഏതൊരു അഭിമുഖത്തിലും അമ്മയെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ അരികിൽ ചെന്ന് നിൽക്കും. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും സാധിക്കില്ല, എന്നാൽ അമ്മയ്ക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അതെന്നെ വലിയൊരു പുണ്യമാണ്. അമ്മ പതിയെ കൈ തലോടി എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വയ്ക്കും. അതൊക്കെ തന്നെ വളരെയധികം അനുഗ്രഹമാണ്. 90 വയസ്സിലും മോഹൻലാലിനെ കൈനീട്ടി അനുഗ്രഹിക്കാൻ പറ്റുക, മകൻ്റെ എല്ലാ സന്തോഷങ്ങളും കാണുക എന്നതൊക്കെ തന്നെയും ഒരമ്മയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അതെല്ലാം ഭംഗിയായി അമ്മയുടെ 90 വയസ്സ് വരെയും കണ്ടു. ഇത്രയും നാളും അത്രയേറെ സൗകര്യത്തോടെ തന്നെയായിരുന്നു മോഹൻലാൽ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കും വരെയും ഒരു കുഴപ്പവുമില്ലാതെ, അല്ലെങ്കിൽ വളരെയധികം സൗകര്യപൂർവ്വമായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് പറയാം. അത്രയേറെ പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്ന ഒന്ന് തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. അതുതന്നെയാണ് എടുത്തു കാണിക്കുന്നതും. ഓരോ തവണയും പ്രേക്ഷകർ എടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നായി ഇത് മാറുന്നു. ഇന്ന് രാവിലെ തന്നെ ആയിരിക്കും ചടങ്ങുകളെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സഞ്ചയന കാർഡിലൂടെ എല്ലാവർക്കും അറിയാമായിരുന്നു. മോഹൻലാലിൻ്റെ പേര് മാത്രമാണ് കാർഡിൽ വെച്ചത്. മോഹൻലാലെന്നും ബന്ധുമിത്രാദികളെന്നും മാത്രമാണ് വച്ചിട്ടുള്ളത്. സാധാരണ ഒരു സഞ്ചയന കാർഡല്ല അത്. അതൊരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു കാർഡ് തന്നെയാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയും പരേതനായ സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി ആയിരുന്ന കെ വിശ്വനാഥൻ നായരുടെയും പത്നിയെന്ന ശാന്തകുമാരി അമ്മയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹിൽ വ്യൂ വീടിൻ്റെ ഒരു അഡ്രസ്സ് തന്നെയാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. സഞ്ചയനം ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8:30 തന്നെ നടക്കുമെന്നും കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ പറയാതെ തന്നെ നിരവധി പേരാണ് ചടങ്ങുകൾ കാണാനും അമ്മയെ അവസാനമായി തന്നെ എല്ലാ ചടങ്ങുകളോടെ പറഞ്ഞയക്കാനും എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.